ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചാണ്. വിശുദ്ധ ബൈബിളും നമ്മളുമായിട്ടുള്ള ബന്ധം എത്രമാത്രം അടുത്താണ്, അത് എത്രമാത്രം അകലെയാണ്. വിശുദ്ധ ഗ്രന്ഥം നമുക്ക് ഒരു കൂട്ടുകാരനാണോ അഥവാ കൂട്ടുകാരിയാണോ, നമ്മുടെ എല്ലാമാണോ? നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ദൈവവുമായിട്ട് ആലോചിക്കുമോ? വിശുദ്ധ വചനം നമ്മളെ നയിക്കും, നമ്മളെ പഠിപ്പിക്കും, നമുക്ക് ജീവൻ നൽകും, ആശ്വാസം നൽകും. ഇതെല്ലാം നൽകുന്നത് ഈ വിശുദ്ധ ബൈബിളാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് വിശുദ്ധ യേശുവായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ കൂട്ടുപിടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു വലിയ വിജയം കണ്ടെത്താൻ സാധിക്കും. ദൈവത്തിൻ്റെ പദ്ധതികളുമായിട്ട് നമുക്ക് സഹകരിച്ച് പോകുവാനായിട്ട് ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ സഹായിക്കും. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മുടെ ഭവനത്തിൽ എവിടെയാണ് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് വിശുദ്ധ ഗ്രന്ഥമുണ്ടോ? വിശുദ്ധ ഗ്രന്ഥത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു: പുതിയ നിയമവും പഴയ നിയമവും. പഴയ നിയമത്തിൽ ദൈവം തനിക്ക് വേണ്ടി ഒരു ജനത്തെ തിരഞ്ഞെടുത്ത് അവരെ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും എല്ലാം അനുസരിക്കാൻ പഠിപ്പിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവരെ നയിക്കുകയാണ്. അങ്ങനെ അവർക്ക് കാനാൻ ദേശത്തേക്ക് ദൈവം അവരെ നയിച്ച് ദൈവത്തെ ആരാധിക്കാൻ അവരെ പഠിപ്പിക്കുകയാണ്. ഏക ദൈവത്തിലുള്ള വിശ്വാസവും ഏക ദൈവത്തിലുള്ള ആരാധനയും എല്ലാം അവരെ പഠിപ്പിച്ച് നന്മയുള്ള ഒരു രാജ്യം ഭൂമി കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. വളരെ പെട്ടെന്ന് കാനാൻ ദേശത്തേക്ക് അവർക്ക് യാത്ര ചെയ്യാമായിരുന്നുവെങ്കിലും വളരെയേറെ കഷ്ടതകൾ സഹിച്ച് 40 വർഷങ്ങൾ എടുത്താണ് അവർ കാനാൻ ദേശത്ത് എത്തിച്ചേരുന്നത്. എന്തിനു വേണ്ടി? ഒരു ജനത്തെ വിശുദ്ധീകരിച്ച് തന്നോടടുപ്പിച്ച് ദൈവത്തിൻ്റെ ശാസനകളും ശിക്ഷണങ്ങളും എല്ലാം സ്വീകരിച്ച് ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു ജനത്തെ ദൈവത്തിന് വാർത്തെടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ അവരെ കൊണ്ടുപോവുകയാണ് ദൈവം. അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവം അവരെ തിരഞ്ഞെടുത്തു. അതിനുശേഷം ന്യായാധിപന്മാർ വരുന്നുണ്ട്, രാജാക്കന്മാർ വരുന്നുണ്ട്, പ്രവാചകന്മാർ, എല്ലാവരെയും ദൈവം കൊണ്ടുവരുന്നുണ്ട്. ഏറ്റവും അവസാനമാണ് എല്ലാ വചനങ്ങളുടെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണമായിട്ടാണ് പുതിയ നിയമത്തിൽ ദൈവപുത്രനായ യേശുവിനെ നമ്മൾ കാണുന്നത്. ദൈവം തൻ്റെ സ്വപുത്രനെ നമുക്ക് വേണ്ടി അയച്ച്, ഏറ്റവും ബൈബിളിലെ കീ വേർഡാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം വചനമായ ആ വചനമാണ് മാംസമായി നമ്മുടെ ഇടയിൽ വന്നത്. ആ വചനത്തെ നമുക്ക് തരികയാണ്. നമ്മൾ ആ ഈശോയെയാണ് സ്വീകരിക്കുന്നത്. ഈ ഓരോ വചനങ്ങളും നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോയെയാണ് സ്വീകരിക്കുന്നത്. ദൈവം മനുഷ്യനായി അവതരിച്ച് മനുഷ്യൻ്റെ എല്ലാ രീതിയിലൂടെയും ദൈവം കടന്നുപോയി. പാപമൊഴികെ മറ്റെല്ലാ കാര്യത്തിലൂടെയും ദൈവം മനുഷ്യന് സദൃശനായി അവൻ്റെ എല്ലാ വേദനകളിലും ദൈവം ഇറങ്ങി വന്ന് ഇടപെട്ട് ദൈവം പീഡ സഹിച്ചു, കുരിശിൽ മരിച്ചു, ഉത്ഥാനം ചെയ്തു. ഇതിൻ്റെ അടയാളമാണ് പുതിയ നിയമം. ഈ വചനം ദൈവം തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-5 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനങ്ങളും ദൈവനിവേശിതമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. ആ ഓരോ വചനത്തിനും ശക്തിയുണ്ട്, ആ വചനത്തിൽ ജീവനുണ്ട്, ആ വചനത്തിൽ ആത്മാവുണ്ട്. അതാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4:12 നമ്മൾ വായിക്കുന്നു: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവിടുത്തെ ദൃഷ്ടിയിൽ എല്ലാം അനാവൃതവും വ്യക്തവുമാണ്. കർത്താവിൻ്റെ വചനം എല്ലാം വ്യക്തമാണ്. നമ്മുടെ മാംസത്തിലും മജ്ജയിലും എല്ലാം തുളച്ചു കയറി
കർത്താവ് സൗഖ്യം നൽകുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ രോഗസൗഖ്യം കിട്ടുന്നത്? ഈ വചനം പോയി നമ്മിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ വചനം തന്നെ ആത്മാവാണ്. യോഹന്നാൻ 6:63 പറയുന്നുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഈശോ തന്നെ പറഞ്ഞ വചനമാണ്. ഈശോയുടെ വായിൽ നിന്ന് പുറപ്പെട്ട ഓരോ വചനങ്ങളും ജീവനുള്ളതാണ്. ഈശോ തന്നെയാണത്. അപ്പം ഈ വചനങ്ങളാണ് നമുക്ക് രോഗസൗഖ്യം നൽകുന്നത്. ഈ വചനങ്ങളാണ് നമുക്ക് ജീവൻ നൽകുന്നത്. 1 യോഹന്നാൻ 5 പറയുന്നുണ്ട്, 10-11 പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ആ ഈശോയെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമ്മളിൽ ജീവൻ വരികയാണ്. അതാണ് ഈ കർത്താവിൻ്റെ വചനം. ജെറമ്യ പ്രവാചകൻ പറയുന്നുണ്ട്, ഇത് അഗ്നിയാണ്, പാറയെ തകർക്കുന്ന കൂടമാണ്. അത്രമാത്രം ശക്തിയാണ് കർത്താവിൻ്റെ വചനത്തിന്. പക്ഷെ നമ്മൾ വിശ്വസിക്കണം ഈ വചനത്തെ. നമുക്ക് മാംസള ഹൃദയം വരുമ്പോഴാണ്, ഒരു മാംസള ഹൃദയത്തിലാണ് ഈ വചനം വീഴുമ്പോഴാണ് അവിടെ നിന്ന് അത് പൊട്ടിമുളയ്ക്കുന്നത്. അതിനാണ് നമ്മൾ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു നിർമ്മല ഹൃദയം, അതിനുശേഷം നമ്മൾ ആ വചനം എടുത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് ആ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. മത്തായിയുടെ സുവിശേഷം 8:16 ആ യേശുവിൻ്റെ വായിൽ നിന്ന് വചനം പുറപ്പെട്ടപ്പോൾ അവിടെ രോഗശാന്തികളുണ്ടാകുകയാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ സാത്താൻ ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. ഇതാണ് മർക്കോസിന് സുവിശേഷം 5-ാം 9-ാം അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, കർത്താവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം എടുക്കുമ്പോൾ അവന് ഉച്ചത്തിൽ വിളിച്ച് കാറുകയാണ്. ഈശോയുടെ വചനമാണ്. അപ്പം നമ്മൾ വിശ്വസിക്കണം, ഈ വചനത്തിന് ജീവനും ശക്തിയുമുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലാണ്. നമ്മളിൽ മനസ്സാന്തരം സംഭവിക്കുമ്പോൾ കർത്താവിനവിടെ പ്രവർത്തിക്കാൻ വളരെ എളുപ്പമാണ്. രോഗസൗഖ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആ വിശുദ്ധ ഗ്രന്ഥ വായന വീട്ടിൽ ഉറപ്പാക്കണം. സാധിക്കുമെങ്കിൽ കൂടുതലും യോഹന്നാൻ്റെ സുവിശേഷം നമ്മുടെ കുടുംബത്തിലിരുന്ന് വായിച്ചാൽ അത് ഈശോയുടെ സ്നേഹമാണ് അവിടെ സംഭവിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ വാസസ്ഥലം നമ്മുടെ കുടുംബത്തിൽ വരുവാനായിട്ട് ആദ്യമേ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം കൂടുതൽ വായിക്കുകയാണെങ്കിൽ ആ ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയും. ഈശോയുടെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയുമ്പോഴാണ് പാപം വിട്ടുപോകുന്നത്. അവിടെ പാപത്തിനിരിക്കാൻ സാധിക്കുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായങ്ങളുണ്ട്. നമ്മൾ 25 പ്രാവശ്യം വായിക്കുകയാണെങ്കിൽ നമുക്ക് ആത്മീയ ജീവിതത്തിൽ ഒരു അടിസ്ഥാനം ഇടും. വചനത്തിനോടുള്ള നമുക്ക് ആഗ്രഹം, വചനത്തിനോടുള്ള തീഷ്ണത നമ്മിൽ വർദ്ധിക്കും. വചനം വായിക്കുവാനും വചനം സ്വന്തമാക്കുവാനും വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാനുമുള്ള കൃപ ലഭിക്കുന്നത് ദൈവസ്നേഹം നമ്മളിൽ വരുമ്പോഴാണ്. വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും അവിടെ ദൈവസ്നേഹത്തെക്കുറിച്ചും പരസ്നേഹത്തെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. നമുക്ക് ആ ദൈവസ്നേഹത്തിൽ വളരുവാനായിട്ട് കൂടുതലും ഈശോയുടെ വചനത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് കൂടുതലും നമ്മൾ സങ്കീർത്തനങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷങ്ങൾ ഒക്കെ വായിക്കുക. 2 തിമോത്തി 3:16 പറയുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ ഒരു മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ശാസനമുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിൽ ശിക്ഷണമുണ്ട്, പ്രബോധനമുണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിവേശിതമാണ്. അപ്പം ഇതുവഴി ദൈവഭക്തനായ ഒരു മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയാണ്. അപ്പം നമ്മൾ ദൈവഭക്തിയിലേക്ക് വളർന്നു വരും. തിന്മയിൽ നിന്ന് നമുക്ക് അകലാനുള്ള ആഗ്രഹം നമുക്ക് വരും. അപ്പം ഈ ഓരോ ശാസനകളും, കർത്താവ് തരുന്ന ഓരോ ശാസനകളും ചിലപ്പോൾ നമ്മുടെ സ്പിരിച്വൽ ഫാദേഴ്സിൻ്റെ നിന്നായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കുമ്പസാരത്തിൽ നിന്നായിരിക്കും നമുക്ക് ശാസനം കിട്ടുക. അതെല്ലാം നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ ആ ശാസനത്തെ നമ്മൾ പൂർണ്ണമായിട്ട് സ്വീകരിച്ചു കഴിയുമ്പോൾ പെട്ടെന്നായിരിക്കും നമ്മൾ ഈശോയിൽ വരിക. ഈശോ നമ്മളെ വളർത്തും,
ആശ്വാസനം സ്വീകരിക്കുമ്പോൾ അത് കാരണം ഈ വചനം നമുക്ക് എല്ലാ തരത്തിലും സുഭാഷിതം, പ്രഭാഷകൻ ഒക്കെ വായിക്കുമ്പോൾ, ജ്ഞാനത്തിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അനേകം കാര്യങ്ങൾ, നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയുള്ളതായിരിക്കണം, നമ്മൾ ആരൊക്കെയായിട്ടാണ് കൂട്ടുകെട്ട് ഉണ്ടായിരിക്കേണ്ടത് എന്നെല്ലാം അതിലെല്ലാമുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്, ദൈവഭക്തി എന്ന് വെച്ചാൽ എന്താണ്, ഇതെല്ലാം ഈ വചനങ്ങളിൽ എല്ലാം നമുക്ക് കിടപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കണം. കുറച്ച് സമയമെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിനോട് കൂടി ചെലവഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ ദിവ്യബലിയിൽ എല്ലാ ദിവസവും സംബന്ധിക്കുന്നവരാണെങ്കിൽ ആ ദിവ്യബലി മധ്യേ വായിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ വചനം നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്, ആ വചനത്തിൽ നിന്ന് നമുക്ക് എത്രമാത്രം നമുക്ക് ആ വചനം അനുസരിക്കാൻ സാധിക്കും. ഈ വചനം നമ്മൾ യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും. അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വചന ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പാപസാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വചനം നമ്മുടെ ചെവികളിൽ ഓടിയെത്തും, നമ്മുടെ ഓർമ്മയിൽ ഓടിയെത്തും. അരുത്. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 21 അധ്യായത്തിൽ 1-3 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്, മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് ഓടിയകലുക, സർപ്പത്തിൽ നിന്ന് പോലെ നീ പാപത്തിൽ നിന്ന് ഓടിയകലുക. ഇനി ആ വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് സ്വീകരിച്ച് ഈ വചനത്തെ നമ്മൾ മുറുകെ പിടിച്ച് നമ്മുടെ എല്ലാമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ സ്വന്തമാക്കണം. ആ വിശുദ്ധ ഗ്രന്ഥം വായനയ്ക്കുള്ള വലിയ കൃപാവരം നമ്മുടെ കുടുംബത്തിന് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.